കരിമ നോക്കി നിൽക്കുന്നു. കരിമ നോക്കി നിൽക്കുന്നു. അയ്യോ. ഹലോ ഫ്രണ്ട്സ്, ഈ പപ്പിയെ കണ്ടോ? നല്ല അടിപൊളി പപ്പിയാണ്. ഞാൻ പിങ്കി പപ്പി എന്നാണ് പേരിട്ടേക്കുന്നത്. നാക്കെല്ലാം നീട്ടിയിരിക്കുന്നുണ്ട്. അതായത് സൈഡ് വഴിക്കൊക്കെ നമുക്ക് ഭയങ്കര സൗന്ദര്യമുള്ള ഒരു പപ്പിയാണ് കേട്ടോ. ഇതിവിടെ ഹൈദരാബാദാണ് സ്ഥലം. പിന്നെ ഞാൻ ഈ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സ്വന്തം കണ്ട എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റൊക്കെ കെട്ടിയിട്ട് കൊടുത്തത്. ഈ പപ്പീൻ്റെ കൂടെ വേറെ 3 പപ്പി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം വേറെ നായ വന്ന് കടിച്ച് കൊന്നു കളഞ്ഞു. ഇപ്പോൾ ഇനി ഇവൾ മാത്രം ബാക്കിയായി. ഇപ്പോൾ നമുക്ക് ക്വാർട്ടേഴ്സിലൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. പേടിത്തൂറിയാണ് കേട്ടോ. വേറെ ഒരു ഡോഗ് അവിടെ കൂടെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് ബാക്കിലോട്ട് വലിയാണ്. ഇവൻ്റെ സൈഡ് നോക്കാം, എന്ത് സൗന്ദര്യം നോക്കി ചിരിക്കുന്നുണ്ടോ? ചിരിക്കുന്ന ചിലരൊക്കെ ഇവളെ വിക്കി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ദിവസമല്ല വല്ലപ്പോഴും ഒരിക്കലൊക്കെ നായപിടുത്തക്കാരൊക്കെ വരും. അപ്പോൾ ഇവളെ തട്ടിക്കൊണ്ട് പോകാനും സാധ്യതയുണ്ട്. വീട്ടിൽ കയറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വേറെ 2 പൂച്ചയുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് തന്നെ മിക്കവാറും ദിവസങ്ങൾ പ്രശ്നമാണ്. അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ ഹൈദരാബാദ് ചന്ദ്രയാൻകുട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവളുള്ളത്. അപ്പോൾ ഇവളെ സേഫായിട്ടൊരു വീട്ടിൽ എത്തിച്ചിരുന്നെങ്കിൽ മനസ്സിനൊരു സന്തോഷം കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടിപൊളി പപ്പിയാണ്. നല്ല അനുസരണമുണ്ട്. അവിടെയൊക്കെ പോയി ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കും. വേണ്ട, ഒരുപാട് കുറച്ച് കൂടുതൽ സുന്ദരിയാണ് കേട്ടോ. അത് കണ്ട ചിലപ്പോൾ മനുഷ്യൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു രൂപസാദൃശ്യമൊക്കെ നമുക്ക് തോന്നണുണ്ട് അവളെ ചിരി കണ്ടിട്ട്. കണ്ട ഓടിപ്പോ ബെൽറ്റൊക്കെ കടിച്ച് തിന്നാൻ നോക്കുകയാണ് കേട്ടോ. അവിടെ കാലിലൊരു ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയിട്ട് കമ്പി വലി കൊണ്ടതാണെന്ന് തോന്നുന്നു.